കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വന്നിട്ട് ഒരു കുട്ടി ചോദിച്ചു, സാറേ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, സാറേ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുക എന്ന് പറയും. ചില ആളുകളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് അവർ ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്നതിനൊപ്പം തന്നെ കരച്ചിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ അവരോടൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ദേഷ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ കരച്ചിലുണ്ടാവുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെടുക, നിങ്ങൾ കരഞ്ഞ് തീർക്കാനുള്ള സംഭവം നമുക്ക് കരഞ്ഞ് തന്നെ തീർക്കുക, ദേഷ്യപ്പെടാനുള്ള സംഭവം ദേഷ്യപ്പെട്ട് തന്നെ തീർക്കുക. പക്ഷെ ആ ഒരു മൊമെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ദേഷ്യപ്പെട്ട ആളോട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയണം? നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിൽ പോയി അപ്പോളജൈസ് സോറി പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പരം കോംപ്രമൈസ് സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതാണ്. സ്കില്ലുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളുടെ അവലോകനം തന്നെയാണ് നമ്മളിപ്പോൾ നടത്തി വരുന്നത്. കോംപ്രമൈസ് സ്കില്ല് നമ്മൾ ലൈഫിൽ നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ്. ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കിട്ടിക്കോണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. കാര്യങ്ങൾ ഇരുത്തി ചിന്തിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ദേഷ്യ സങ്കടം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒന്നുകൂടി ലെങ്തൻ ചെയ്യാം നിങ്ങളുടെ മെമ്മറി. നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെട്ടത്, അത് ദേഷ്യപ്പെടുന്നത് റെലവെന്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറയാനുള്ളത്. ഒരുപാട് നേരം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിട്ടില്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ദേഷ്യം ഉണ്ടാവുള്ളൂ.